മനു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളോട് ശിവാങ്. ബ്രോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു. അവിടെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു. അപ്പോൾ ഒഫീഷ്യലി ഇന്ന് നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈറ്റിൽ അടിക്കാം. എനിക്ക് തോന്നുന്നു ഓൾ സെറ്റാണ് ഇന്ന്. എന്തായാലും നിങ്ങൾ ജയിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കമ്പയർഡ് ടു അവർ ഫോം. എന്താണ് ബ്രോ ഒരു എക്സ്പെക്ടേഷൻ? ഇല്ല, ഇന്ന് ഡ്രോ ജയിച്ചു കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ ചാമ്പ്യൻസ് ആണ്. ഒരു പോയിന്റ് മതിയല്ലോ. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ ഗുഡ്. എന്തായാലും ടോർണമെന്റ് കൂടെയാണ് ഗെയിം. അപ്പോൾ അത് സീരിയസ് ആയിട്ട് തന്നെ കാണണം എപ്പോഴാണെങ്കിലും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് എ മസ്റ്റ് വിൻ ഗെയിം. എന്താണെങ്കിലും അത് ജയിച്ചേ പറ്റൂ ഗെയിം. അത് ജയിച്ച് തന്നെ ഫിനിഷ് ചെയ്യുന്നതാണ് നല്ലത്. ഈ ഒരു സീസണിനെ പറ്റിയിട്ട് ബ്രോയുടെ സ്ലോട്ട് വരുന്നു. ഒരുപാട് എക്സ്പെക്ടേഷൻ ഇല്ലാതെ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നു. നല്ലൊരു ബിഗിനിങ്ങിൽ പെർഫോമൻസുകളൊക്കെ വരുന്നു. ഓവറോൾ ഇപ്പോൾ കഴിയാനാകെ ഇനി 4-5 മാച്ചുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്താണ് ഒരു ഓവറോൾ പെർഫോമൻസിനെ പറ്റിയിട്ട് ബ്രോക്ക് തോന്നുന്നത്? ഒരു നല്ല സീസൺ ആയിരുന്നു. അതെ, ഓഫ്കോഴ്സ്. കാര്യം ഒരു മാനേജർ ഫസ്റ്റ് സീസണിൽ വന്നൊരു പ്രീമിയർ ലീഗ് അടിക്കാന്ന് വെച്ചാൽ തന്നെ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു കാര്യമല്ലല്ലോ. ആൻഡ് ബാക്കിയുള്ള ട്രോഫീസ് ഓഫ്കോഴ്സ് കറബോ കപ്പാണ് ബെയർ മിനിമം ആയിട്ട് ഞാൻ വിചാരിച്ചത്. ബാക്കി ഇപ്പോൾ പ്രീമിയർ ലീഗ് അടിക്കുന്നൊന്നും ഞാൻ ഫസ്റ്റ് ഒന്നും വിചാരിച്ചിട്ട് പോലുമില്ല. അപ്പോൾ കറബോ കപ്പ് അടിക്കുക എന്നുണ്ടായിരുന്നു. എനിക്കൊന്ന് പ്രീമിയർ ലീഗിൻ്റെ കൂടെ കറബോ കപ്പും കൂടെ ഉണ്ടായിരുന്നത് വളരെ നന്നായിരുന്നു. പക്ഷെ പ്രീമിയർ ലീഗാണ് അൾട്ടിമേറ്റ്, ഞാൻ പറഞ്ഞില്ല. അത് എപ്പോഴും ഒരു ഒരു ടാസ്ക്കാണ് സത്യം പറഞ്ഞ കാര്യം. കോവിഡിന്റെ സമയത്താണെങ്കിൽ നമുക്ക് അതങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എസ്പെഷ്യലി ഒരു മാനേജർ ഫസ്റ്റ് സീസൺ വരിക, സൈനിങ്സ് ഒന്നും ഇല്ല പുള്ളിക്ക്. അപ്പോൾ പുള്ളി ഇത് വെച്ച് ഒരു പ്രീമിയർ ലീഗ് ടൈറ്റിൽ പുൾ ഓഫ് ചെയ്യാന്ന് വെച്ചാൽ അത് ഇൻക്രെഡിബിൾ ആണ് സത്യം പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള കോമ്പറ്റീഷൻസിൽ കുറച്ചുകൂടെ പോകായിരുന്നു എന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ പ്രീമിയർ ലീഗ് ജയിച്ചു. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളതിനൊന്നും വലിയ ഇത് ഞാൻ കൊടുക്കുന്നില്ല. 100% ഞാൻ അഗ്രി ചെയ്യുന്നു. കാരണം ഇപ്പോൾ UCL ആയാലും ഡൊമസ്റ്റിക് കപ്പ് ആയാലും ഒരു പുതിയ മാനേജറെ സംബന്ധിച്ചിടത്തോളം പുള്ളി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളിക്ക് നല്ല രീതിയിൽ FSGയുടെ സൈഡിൽ നിന്ന് ബാക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ചിലപ്പോൾ ഡിഫൻസിലേക്ക് ഒരു പ്ലെയർ വരുന്ന ഞാൻ പ്രതീക്ഷിച്ച് വന്നില്ല. പിന്നെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റിയ ചില പ്ലേയേഴ്സ് ബെഞ്ചിലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ അവരെ ഒരു ഫുൾ സീസൺ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ചില പ്ലേയേഴ്സിനെ ഓവർ വർക്ക് ചെയ്യിപ്പിച്ചു, അവരെ കഷ്ടപ്പെട്ട് പണിയെടുപ്പിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുന്നുണ്ട്. വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പുള്ളിനെ അധികം ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം പുള്ളിനെ കൊണ്ട് ചെയ്യുന്ന മാക്സിമം പുള്ളി ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ അതെ, ഓഫ്കോഴ്സ്. കാര്യം ഇപ്പോൾ ഒരു മാനേജറിനെ വെച്ച് നോക്കുമ്പോൾ അയാൾക്കൊരു ഫേവറേറ്റ് സ്റ്റാർട്ടിങ് 11 ഉണ്ടാവും. ഈ ടീം വെച്ച് കളിച്ചാലേ ജയിക്കുള്ളൂ എന്നുള്ളൊരവസ്ഥയുണ്ട്. അത് മാറ്റണമെങ്കിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള നല്ല ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ബാക്കപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്കിപ്പോൾ ആവശ്യമില്ല. നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ ഈക്വലി ഗുഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ്. ഇപ്പോൾ ഗ്രാവൻബർച്ചിനെ റെസ്റ്റ് ചെയ്യണമെങ്കിൽ ഗ്രാവൻബർക്കിന് പറ്റിയ അവിടെ പുള്ളീനെ റെസ്റ്റ് ചെയ്യുമ്പോൾ അതേ ക്വാളിറ്റി തരുന്നൊരു പ്ലെയർ വേണം. അതില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് ബെഞ്ച് സ്ട്രെങ്ത് പൊതുവേ കുറവാണ് ഒരു പരിധി വരെ. കാര്യം നമുക്ക് ഒന്നാമതൊരു നല്ല സ്ട്രൈക്കർ ഇല്ല. അപ്പോൾ സ്ട്രൈക്ക് ഒരു എന്താ പറയുക, ഏറ്റവും മോശം രണ്ട് സ്ട്രൈക്കേഴ്സും ഐ മീൻ ടോപ്പ് ടിയർ സ്ട്രൈക്കേഴ്സാണ് നോക്കുമ്പോൾ. ജോട്ട ആണെങ്കിലും ഡാവിനുനസ് ആണെങ്കിലും പേരൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്. ആൾക്കാർ ഇവർ നല്ല ഗോൾ കോൺട്രിബ്യൂഷൻ തരും, പക്ഷെ അത് തരുന്നില്ല. അപ്പോൾ നമുക്ക് ലൂയിസ് ഡിയാസിനെ സ്ട്രൈക്കർ കളിപ്പിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ എന്താ പറയുക, അങ്ങനത്തെയൊക്കെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ബെഞ്ച് സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഞ്ചിൽ ആൾക്കാരുണ്ട്, നല്ല പേരൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. ദേ ആർ വെരി ഫേമസ് ഫോർ ദ ഡൺ പണ്ട്. പക്ഷെ ഇപ്പം അത് പോരാ. അത് വെച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ മിഡ്ഫീൽഡിലാണെങ്കിലും ഈ ഡിഫൻസൊക്കെ വെച്ച് എങ്ങനെ പ്രീമിയർ ലീഗ് അടിച്ചു എന്ന് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. കാര്യം അത്രയും ഡിഫൻസ് എന്ന് വെച്ചാൽ ഡിഫൻസിന്റെ ക്വാളിറ്റി അല്ല, അത് ഡിഫൻസിന്റെ ബെഞ്ച് സ്ട്രെങ്ത് ആണ്. ഡിഫൻസിന്റെ ബാക്കപ്പ് റൊട്ടേറ്റിംഗ് ഓപ്ഷൻസ് ഒക്കെ കുറവാണ്. അപ്പോൾ ഇതേ ഡിഫൻസ് തന്നെയാണ് 10-40 കളി കളിച്ചത്. അപ്പോൾ അത് വെച്ച് എങ്ങനെ ഈ പ്ലെയേഴ്സ് സർവൈവ് ചെയ്തതെന്ന് എനിക്കിപ്പോൾ അറിയില്ല. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ അത് ഞാൻ പറയില്ലേ, സ്ലോട്ട് റൂബൻ പീറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്, പെർഫോമൻസ് കോച്ചാണ്. അപ്പോൾ പുള്ളി വന്നിട്ടാണ് പ്ലെയേഴ്സിന്റെ റിക്കവറി ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ആൻഡ് അഗ്രസീവ് അല്ല ക്ലോപ്പിന്റെ അത്ര പ്ലേ സ്റ്റൈൽ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതായിരിക്കും പ്ലെയേഴ്സ് ഇത്രയും നാൾ സർവൈവ് ചെയ്തത്. പക്ഷെ അടുത്ത സീസണിലോട്ട് പോകുമ്പോൾ ഇത് വർക്ക് ചെയ്യില്ല, പ്ലെയേഴ്സ് വീഴും. അപ്പോൾ എനിക്ക് തോന്നുന്നത് അടുത്ത സീസണിലെങ്കിലും നല്ല പ്ലെയേഴ്സ് വന്നാൽ കൊള്ളാം. അതെ, ഇപ്പോ എനിക്ക് തോന്നുന്നു കോൺട്രാക്ട് സിറ്റുവേഷൻ കുറച്ച് പോസിറ്റീവായിട്ട് ന്യൂസ് കേൾക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർ പോകുന്നു കേൾക്കുന്നുണ്ട്. അർണോൾഡിന്റെ എക്സിറ്റ് ഏതാണ്ട് കൺഫേം ആയി. ബ്രോ, എന്താണ് ഒരു ഇമോഷൻ എന്ന് പറയുന്നത്? കാരണം ലെജൻഡൻസിന് ഇപ്പോൾ ഒരു പുതിയ കോൺട്രാക്ട് കൊടുക്കുന്നു കേൾക്കുന്നുണ്ട്. ഏതെങ്കിലും അത് എത്ര പൈസ കൊടുക്കുന്നു അല്ലെങ്കിൽ അത് അഗ്രി ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. ഇനിയും വെയിറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ്.
പക്ഷെ അർണോൾഡിന്റെ കാര്യത്തിൽ പുള്ളി ഏതാണ്ട് പോകുന്ന ഉറപ്പായി കഴിഞ്ഞു. കാരണം പുതിയ കോൺട്രാക്ട് ടോക്സ് ഒന്നും എവിടെ എത്തിയിട്ടില്ല. അതെ, അല്ല അർണോൾഡ് ഞാൻ പറഞ്ഞില്ലേ, മെഡ്രിഡ് വന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഒരു പ്ലെയർ നിൽക്കും. ഈ ലോകത്താകെ ഒരു ജെറാർഡ്, ഒരു ടൊട്ടി, ഒരു മൾട്ടീനിയൊക്കെ ഉള്ളൂ. വേറെ അങ്ങനത്തെ പ്ലേയേഴ്സ് ഒക്കെ വരണമെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഈ ഇപ്പോഴത്തെ ഒരു എറയിൽ അങ്ങനത്തെ പ്ലേയേഴ്സ് ഉണ്ടാവില്ല. കാര്യം ഫുട്ബോൾ മണി ഡ്രിവൺ ആണ് ഇപ്പോൾ. നമ്മൾ എത്ര മണി ഓഫർ ചെയ്യുന്ന അവരങ്ങോട്ട് പോകും. ആൻഡ് ഗ്ലോറി ഓഫ് കോഴ്സ്. കാര്യം മെഡ്രിഡിൽ പോയാൽ മിനിമം ഒരു ബിഗ് ട്രോഫി അടിക്കാം. അപ്പോൾ ചിലപ്പോൾ പുള്ളിക്ക് ലിവർപൂൾ ഗ്യാരണ്ടീഡ് ആവണമെന്ന് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവില്ല. അതായിരിക്കും പുള്ളി പോകുന്നത്. അപ്പോൾ ആൻഡ് ജൂഡ് ബെല്ലിംഗ് അവിടെ ഉണ്ട്. ഇംഗ്ലീഷ് പ്ലേയേഴ്സിന് പറ്റിയ വെതറാണ്. എല്ലാം ഓവറോൾ നോക്കുമ്പോൾ നല്ല ഇതാണ്. പിന്നെ ഫ്രീ ഏജന്റ് ആയിട്ട് പോകുന്ന സൈൻ ഓൺ ബോണസ് കിട്ടും. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് നല്ല കാര്യമാണ്. പക്ഷെ ഞാൻ എപ്പോഴും ബ്രോഡും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മെയിൻ റിക്വയർമെന്റ് സലയും വേണ്ടേക്ക് നിൽക്കുക എന്നുള്ളതാണ്. എനിക്കത് കഴിഞ്ഞ ട്രെൻഡ് ഉള്ളൂ. എപ്പോഴും ട്രെൻഡ് അത് കഴിഞ്ഞേ ഉള്ളൂ. ട്രെൻഡ് കുറെ റിപ്പോർട്ട്സ് വന്നത് ട്രെൻഡിന്റെ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ലിവർപൂൾ. അങ്ങനെയാണെങ്കിൽ നിൽക്കണ്ട, അത്രേ ഉള്ളൂ. ഇപ്പോൾ പുള്ളിക്ക് ക്ലബ് ക്യാപ്റ്റൻ ആവണം, പുള്ളിക്ക് ഉടനെ തന്നെ ക്ലബ് ക്യാപ്റ്റൻ ആവണം, പുള്ളിക്ക് ഹൈ വേജ് വേണം, അതൊന്നും നടക്കില്ല. അപ്പോൾ എത്ര വലിയ ടാലന്റ് ആണെങ്കിലും ഒരു ഫുൾ ബാക്കാണ്. ഫുൾ ബാക്കിന് കൊടുക്കാൻ പറ്റുന്നൊരു വേജ് ഉണ്ട്. അപ്പൊ അത്രേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ സലയ്ക്കും വേണ്ടേക്കിനും ഇപ്പോൾ നല്ല വേജ് റൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ FSGക്ക് കൊടുക്കാൻ അറിയാതെ, അപ്പം നല്ല ആൾക്കാർക്ക് കൊടുക്കും. ട്രെൻഡ് പോയാൽ അവിടെ വേറൊരു ഫുൾ ബാക്ക് വരും. പക്ഷെ ആ ക്രിയേറ്റീവ് ഔട്ട്ലെറ്റ് റീപ്ലേസ് ചെയ്തേ പറ്റും, അല്ലെങ്കിൽ അത് പണി കിട്ടും. ബ്രോ, എന്താണ് അലിസന്റെ ഒരു സിറ്റുവേഷൻ? കാരണം പുള്ളി ചെറിയൊരു ഇഞ്ചുറി പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ശക്തമായിട്ട് മടങ്ങി വന്നിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആണ് കാണുന്നത്. സോ ബ്രോയുടെ അഭിപ്രായത്തിൽ നെക്സ്റ്റ് സീസൺ അലിസനെ വെച്ചിട്ട് ഒരു ഫുൾ സീസൺ പോകാൻ വല്ല ചാൻസ് ഉണ്ടോ? അല്ലെങ്കിൽ ഒരു പുതിയ ഗോൾ കീപ്പറെ നോക്കാനുള്ള വല്ല ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ടോ? ഇല്ല, നമ്മൾ ഓൾറെഡി സൈൻ ചെയ്തല്ലോ ഗോൾ കീപ്പറെ സമ്മർ വിൻഡോയില്. മമർഡാഷ്വിലി അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മമർഡാഷ്വി ഞാൻ പറയില്ല, ഇത് വളരെ വലിയൊരു റെഡ് ഫ്ലാഗ് സിറ്റുവേഷൻ ആണ് ഇപ്പോൾ. കാര്യം നമുക്കറിയാം, ആർസണലിൽ നമുക്കറിയാം റായം എന്തായിരുന്നു റാംസ്ഡേലും വന്നപ്പോൾ അവിടെ 2 നമ്പർ 1 കീപ്പേഴ്സ് ഒരിക്കലും ഒരു ക്ലബിൽ നിൽക്കില്ല. അപ്പൊ മമർഡാഷ്വിലി കുറെ ഇന്റർവ്യൂസിൽ പറഞ്ഞു മമർഡാഷ്വിലിക്ക് നമ്പർ 1 ആവണം എന്ന് പറഞ്ഞു. അപ്പൊ അലിസൺ ഉള്ളപ്പോൾ ഒരിക്കലും മമർഡാഷ്വിലി നമ്പർ 1 ആവില്ല. അപ്പൊ അതൊരു ഡിസ്പ്യൂട്ട് ഉണ്ടാക്കും, ഫസ്റ്റ് തിങ്. പിന്നെ അലിസന്റെ ഇഞ്ചുറി റെക്കോർഡ് വളരെ വളരെ കൺസേണിങ് ആണ്, ഞാൻ പറയില്ല. കാര്യം പുള്ളിയുടെ ഹാംസ്ട്രിങ് ഭയങ്കര ഫ്രജൈൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കീപ്പറിനെ സംബന്ധിച്ച് അത് എങ്ങനെ ആയി എന്ന് എനിക്കിപ്പോഴും അറിയില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കെലഹർ എന്തായാലും അടുത്ത സീസൺ പോകും. അപ്പം മമർഡാഷ്വിലി ആയിരിക്കും മോസ്റ്റ്ലി ഗെയിംസ് കവർ ചെയ്യാൻ പോകുന്നത്, അലിസൺ ഇഞ്ചോർഡ് ആയാൽ. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നെക്സ്റ്റ് സീസൺ അലിസൺ ഉണ്ട് മെയിൻ ഫസ്റ്റ് കീപ്പർ ആയിരിക്കും. പക്ഷെ അലിസണിന് കോൺട്രാക്ട് റൺ ഡൗൺ ചെയ്യണം തന്നെയാണ് ലിവർപൂളിൽ. ഫുൾ കോൺട്രാക്ട് തീർത്തിട്ട് പോകണം തന്നെ. ഇപ്പോൾ സൗദിയിൽ നിന്ന് ഓഫറും ഉണ്ട്. അപ്പോൾ ഓഫർ വരും, അതെന്തായാലും ഉറപ്പാണ്. അപ്പോൾ എനിക്കറിയില്ല ഓഫർ വന്നാൽ വിൽക്കോ എന്ന് എനിക്കറിയില്ല. കാര്യം മമർഡാഷ്വിലി ഒരു നമ്പർ 1 കീപ്പറായിട്ടാണ് സൈൻ ചെയ്തത്. അത് ഇറ്റ് മേക്ക് സെൻസ് അലിസന്റെ ഇഞ്ചുറി റെക്കോർഡ് വെച്ച് നോക്കും. പക്ഷെ അലിസനെ റീപ്ലേസ് ചെയ്യാനുള്ള ക്വാളിറ്റി മമർഡാഷ്വിലിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഹിസ് എ ഗുഡ് ഷോർട്ട് സ്റ്റോപ്പർ, പക്ഷെ ഓൺ ദ ബോൾ ഹീസ് വെരി വീക്ക്. അപ്പോൾ എന്താവും അറിയില്ല. അവസാനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ലൂയിസ് ഡിയാസ്, ഡാർവിൻ നൂനസ്, ഇവര് രണ്ടുപേരുടെ സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നു ചില മാച്ചിൽ ഒരു കളിക്കും, ചില മാച്ചിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് കൊണ്ടുവരുന്നില്ല. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ടുള്ള പെർഫോമൻസുകളാണ് നമ്മൾ കണ്ടത്. ഇമ്പാക്ട് വേണ്ട സ്ഥലത്ത് ഇവര് ഇറങ്ങിയിട്ട് കളിക്കൂല. ചില മത്സരത്തിൽ അന്യായ കളിയായിരിക്കും, ഭയങ്കര വന്നിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കും. ബ്രോയുടെ അഭിപ്രായത്തിൽ ഇവര് നിൽക്കുമോ, അല്ലെങ്കിൽ ലിവർപൂൾ തന്നെ എന്താ പറയുക പുതിയ കോൺട്രാക്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ? എനിക്ക് ഡാർവിൻ നൂനസ് എന്തായാലും പോകും. എനിക്ക് തോന്നുന്നില്ല ഡാർവിൻ നൂനസ് നിൽക്കുന്നു. ഡാർവിൻ നൂനസ് വിൽ ഗോ. ഇന്നലെ തന്നെ പുള്ളി ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ട് പുള്ളി ഡിലീറ്റ് ചെയ്തു, ട്വിറ്ററിൽ ഒരു ട്വീറ്റ് ഇട്ടിട്ട് പുള്ളി ഡിലീറ്റ് ചെയ്തു. പുള്ളിക്ക് മിനിറ്റ്സ് ഇല്ലെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. ഹീസ് ഗോയിങ് 100% ഹീസ് ഗോയിങ്. ഫാൻസ് തിരിഞ്ഞു. കാര്യം ഇത്രയും നാൾ ഇന്നലെ വരെ ഫാൻസ് വി ആർ വിഷിംഗ് ലക്ക്, പുള്ളി എവിടെ പോയാലും നല്ലോണം കളിക്കട്ടെ. ഇപ്പൊ അതല്ല, ഇപ്പൊ ആൾക്കാർ പറയുന്നത് ഈസ് വൺ ഓഫ് ദ വേഴ്സ്റ്റ് സൈനിങ്സ് ഇൻ ലിവർപൂൾ ഹിസ്റ്ററി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതാണ് പുള്ളി 85 മില്യൺ കൊടുത്ത് വന്നു. ഡാർവിൻ നൂനസ് എനിക്ക് വളരെ ഇഷ്ടമുള്ള, പേഴ്സണലി വളരെ ഇഷ്ടമുള്ള ഒരു പ്ലെയറാണ്. പക്ഷെ എന്തുകൊണ്ടോ അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്ക് പ്രീമിയർ ലീഗ് ഫുട്ബോൾ പുള്ളിക്ക് പറ്റില്ല. പുള്ളി ലീഗയിലോ അല്ലെങ്കിൽ ബുണ്ടസ് ലീഗയിലൊക്കെ പോയാൽ ഹിൽ സ്കോർ ലോഡ് ഗോൾസ്, ഹിൽ ത്രൈവ്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ബിഗ് മണി മൂവ് ഒക്കെ അങ്ങോട്ടെല്ലാം പോകും. അല്ലെങ്കിൽ ഹിൽ ഗോ ടു സൗദി അൽനാസറായിട്ട് പുള്ളി അഗ്രി ചെയ്തതാണല്ല. ആ പൈസ വെച്ചാണ് അവർ ജോൺ ഡുറണ്ണെ മേടിച്ചത് ലാസ്റ്റ്. അപ്പൊ നമ്മൾ സെല് ചെയ്തിരുന്നത് നല്ല ഓപ്ഷൻസ് മാർക്കറ്റിൽ ഇല്ലാത്തതുകൊണ്ടാണ് ജനുവരി വിൻഡോയിൽ. അപ്പോൾ നൂനസ് വിൽ 100% ലീവ് ദ ക്ലബ്. ലൂയിസ് ഡിയാസ് എനിക്ക് തോന്നുന്നത് കോൺട്രാക്ട്
സിറ്റുവേഷൻ സ്റ്റോൾഡ് ആണ്. കാര്യം ഇപ്പൊ തന്നെ 55,000 പൗണ്ട്, 55,000 പൗണ്ടൊന്നും ഒരാളും ഫുട്ബോൾ കളിക്കില്ല ഒരു ടോപ്പ് ലെവൽ ക്ലബ്. അപ്പൊ സത്യം പറഞ്ഞ അതൊരു അപമാനമാണ്. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഈ 55,000 പൗണ്ട്സ് കൂട്ടി കൊടുക്കണമെങ്കിൽ പുള്ളി എന്തെങ്കിലും പിച്ചിൽ ചെയ്യണം. അതുമില്ല. അപ്പൊ ലാസ്റ്റ് ഒരു 4-5 ഗെയിംസ് ആയിട്ട് ലൂയിസ് ഡിയാസ് കൊള്ളാം, പക്ഷെ എന്നാലും ഇറ്റ്സ് നോട്ട് ഗുഡ് ഇനഫ്. ഇപ്പൊ സഡിയോ മാനെ റിപ്ലേസ്മെന്റ് ആയിട്ടാണ് ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത്. സഡിയോ മാനയുടെ പകുതിയുടെ പകുതി ഔട്ട്പുട്ട് പോലും തരുന്നില്ല ലൂയിസ് ഡിയാസ്. അപ്പോൾ ദാറ്റ്സ് ഡൺ. ഐ തിങ്ക് ലൂയിസ് ഡിയാസ് ഷുഡ് ലീവ്. ജോട്ടയുടെ സിറ്റുവേഷൻ ആണ് എനിക്ക് ഇനി അറിയേണ്ടത്. ജോട്ട എന്ത് ചെയ്യുന്ന എനിക്കറിയില്ല. കാര്യം ജോട്ട കളിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ കളിക്കും, പക്ഷെ പുള്ളി പകുതി ഗെയിംസ് ഇഞ്ചോർഡാണ്. പിന്നെ പുള്ളി ഫിഫയിൽ ടീം ഓഫ് ദി ഇയർ വന്നു കഴിഞ്ഞാൽ പുള്ളി പോകും ഗെയിം കളിക്കാൻ. എന്നിട്ട് അത് കഴിയുമ്പോൾ പുള്ളി പതുക്കെ വരും, ജനുവരി ആകുമ്പോൾ ടീം ഓഫ് ദി ഇയർ കഴിയുമ്പോൾ വരും. എന്നിട്ട് പുള്ളി FA കപ്പിൽ 2-3 ഗോളൊക്കെ അടിക്കും. അപ്പോൾ ഫാൻസ് ഫുള്ള് പുറകെ ഉണ്ടാവും. അപ്പോൾ ഇതാണ്, ഇങ്ങനത്തെ ആൾക്കാരെ വെച്ചൊന്നും റൺ ചെയ്യാൻ പറ്റില്ല. കാര്യം മെയിൻ പൊസിഷൻസ് ഡീൽ ചെയ്യുന്ന 3 പ്ലെയേഴ്സാണ്, 2 സ്ട്രൈക്കേഴ്സ്, ഒരു വിങ്ങർ. ലെഫ്റ്റ് വിങ് എന്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാം. കാര്യം ഗാക്പോനെ കൊണ്ട് എല്ലാ മാച്ചും കളിക്കാൻ പറ്റില്ല. ഹി പ്ലേസ് ഗുഡ്, പക്ഷെ എല്ലാ കളിയും ഇങ്ങനെ കളിപ്പിക്കുന്നു. അപ്പോൾ ഈ 3 പ്ലെയേഴ്സിന്റെ ഫ്യൂച്ചർ വളരെ ഡിസിസീവ് ആണ്. ഇവരുടെ സെയിൽസ് അനുസരിച്ചിരിക്കും നമ്മൾ ആരെയൊക്കെ മേടിക്കുന്നുള്ളത് അറ്റാക്കിങ്ങിൽ. ഓക്കെ ബ്രോ, അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഇന്ന് നല്ലൊരു റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കപ്പ് അടിക്കും. മാച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തതിൽ. യെസ് ബ്രോ, ടേക്ക് കെയർ, ബൈ. ടേക്ക് കെയർ, ബൈ.